എവ്രിവൺ, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഓറിയന്റേഷൻ. എട്ടാമത്തെ സെഷനിലാണ് നമ്മൾ ഉള്ളത്. കുറെ അധികം സെഷൻസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ലേൺ വൈസിനെ പറ്റിയും നമ്മളെ പഠിത്തത്തിനെ പറ്റിയും നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരെ പറ്റിയും മെന്റേഴ്സിനെ പറ്റിയും ലേൺ വൈസ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ആ ഒരു സിസ്റ്റം ഒക്കെ നമ്മൾ ഏകദേശം ഒരു ധാരണ ആക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് എട്ടാമത്തെ സെഷനാണ്. ഒരു നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ സ്കോപ്പുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇപ്പൊ എടുത്ത കോഴ്സിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു കൗതുകം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു സെഷനിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരാള് നമ്മള് കൂടെ ഉണ്ട്. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയ ജസീം സാറ് നമ്മളെ കൂടെ ഉണ്ട്. സാർ MA പൊളിറ്റിക്കൽ സയൻസിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാണ്, റാങ്ക് ഹോൾഡർ ആണ്. ഇപ്പോൾ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെഷൻ അവസാനം സാറിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സാർ പറയുന്ന കാര്യങ്ങളും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമുക്ക് സാറിൻ്റെ അടുത്ത് ഡൗട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ. സോ താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. ഞാൻ ഇവിടെ കുട്ടികൾ ഏതൊക്കെ കോഴ്സാണ് പഠിക്കുന്നത് എന്നുള്ളത് കൂടുതലില്ലാന്ന് എനിക്കറിയാം, കുട്ടികളില്ലാന്ന് അറിയാം. എന്നാൽ പോലും കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്റെ പേര് ജസീമുൽ ഫർഹാൻ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഞാൻ പഠിച്ചത് കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്, ഒരു മലയാളം മീഡിയത്തിൽ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ്. അലിഗഡിലാണ് അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞത് പൊളിറ്റിക്കൽ സയൻസിൽ. ഇപ്പോൾ നിലവിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇതാണ് എന്നെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഒരു റിസർച്ച് ഏരിയ, ഐ മീൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, എൻ്റെ റിസർച്ച് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റ്. സോ ഞാൻ പോളിസി ഓറിയന്റഡ് ആയിട്ടുള്ള റിസർച്ച്, പൊളിറ്റിക്കൽ എത്തനോഗ്രഫി, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, മറ്റുള്ള ഒരു സബ്ജക്റ്റുമാരി വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. വി ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ ഉള്ളിൽ നിന്ന് പല ഓപ്ഷൻസിലൂടെ നമുക്ക് പോകാൻ പറ്റും. സോ ഐ ചൂസ് പൊളിറ്റിക്കൽ സയൻസിന്. ഞാൻ സോഷ്യോളജിയിലും പോളിസിയിലും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നീട് പൊളിറ്റിക്കൽ സോഷ്യോളജിസ്റ്റായി ഐ began to work with some other organizations. So എൻ്റെ പേര് അക്ഷയ് എന്നാണ്. എൻ്റെ സ്ഥലം കോട്ടയാണ്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഡിപ്ലോമ ആയിരുന്നു. അതിൻ്റെ മുമ്പ് ഞാൻ ഡിഗ്രി ചെയ്തിട്ടായിരുന്നു, പക്ഷെ അത് ബ്രേക്ക് ആയിപ്പോയി. ഒരു ആക്സിഡന്റ് പറ്റിയത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ ക്ലർക്കായിട്ടാണ്. അപ്പൊ എനിക്ക് ഒരു ഡിഗ്രി എടുത്ത് B.Ed ഒക്കെ എടുത്ത് ടീച്ചിങ്ങിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം. പിള്ളേരെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് പഠിപ്പിക്കണമെന്ന്. അപ്പൊ ഡിഗ്രി അന്നോ ആക്സിഡന്റ് പറ്റിയോണ്ട് അന്നോ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നീക്കി ഒരു ഫ്യൂച്ചർ ഇതിനകത്തോട്ട് കയറാനൊരു പ്ലാൻ ഉണ്ട്. അതാണ് പൊളിറ്റിക്സിലേക്ക് തെരഞ്ഞെടുത്ത. താങ്ക് യു അക്ഷയ്. വേറെ ആരെങ്കിലും PG പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സോ ഐ തിങ്ക് വി ക്യാൻ ഗോ വിത്ത് ലൈക്ക്, I'm assuming after the session, students will have kind of good confidence. എനിക്ക് ഈ സെഷന് ശേഷം നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ്, ഇതിന്റെ സ്കോപ്പ് ഒക്കെ മനസ്സിലാവും, കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ നോ വറീസ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സ്കോപ്പിനെ കുറിച്ച്. സ്കോപ്പ് ഇൻ ദ സെൻസ് ഒരു കരിയർ സ്കോപ്പ് എങ്ങനെയാണ്, എന്തെല്ലാം രീതിയിലുള്ള സ്കില്ലാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ആവശ്യമുള്ളത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഈ കോഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെല്ലാം തരം സ്കില്ലുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു 2 ഏരിയയാണ് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. സോ ഇനി അതിനുശേഷം നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കരിയർ പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ഹാവ് എ കോൺവെർസേഷൻസ്. ഐ ഡോണ്ട് സേ ക്വസ്റ്റ്യൻ ആൻഡ് ഓൾ, യു ക്യാൻ ആസ്ക് ഈവൻ എ സില്ലി ക്വസ്റ്റ്യൻ. ദാറ്റ്സ് വൈ ഐ സെഡ് ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ. സോറി, ഐ തിങ്ക് ഐ എം സ്ലിപ്പിംഗ് ലോട്ട് ഇംഗ്ലീഷ്. സോറി. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കോൺവെർസേഷൻ പോലെ നമുക്ക് എന്താ പറയാ, ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് സംസാരിച്ച് അതിന് ക്ലാരിറ്റി വരുത്താം.
So moving to the next slide. So first of all, why a future blueprint in political science? എന്തുകൊണ്ടാണ് എന്തിനാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു സ്കോപ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇതിന്റെ ഒരു കരിയർ ഇപ്പൊ നമ്മൾ ഈ സെഷനിൽ ഇരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോ ബിടെക്കിന് പോകും, MBBS പോകും, അതുപോലെയുള്ള ഒരു കോഴ്സ് അല്ല നമ്മുടെ സോഷ്യൽ സയൻസ് ഒന്നും. എന്റെ എന്താ പറയുക, പ്രൊഫസേഴ്സ് പലപ്പോഴും പറയാറുണ്ട് ഡിസിപ്ലിനിൽ സബ്ജക്റ്റുകളിൽ ശരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹൈറാർക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒരു സബ്ജക്റ്റിന് മോശമായിട്ട് പറയില്ല, പക്ഷെ ഹൈറാർക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക്കലി സയൻസ് ഒരു പക്ഷെ ഒരു പരിധിവരെ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഒരു റോട്ട് ലേണിംഗ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ കാണാതെ പഠിക്കാൻ, ഒരു സാധനത്തിന് അങ്ങനെ ഹാർഡ് മെമ്മറി ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. കൊമേഴ്സ് ഒരു പരിധിവരെ അങ്ങനെയാണ്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാന്, അതിൽ നിന്ന് അനാലിസിസ് ചെയ്ത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ കഴിവുണ്ടെങ്കിലാണ് അത് പഠിക്കാൻ പറ്റുക. സോ നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നമ്മൾ എവിടെ പോയി നമുക്ക് എന്താണ് സോഷ്യൽ സയൻസ് എന്ന് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആദ്യം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മറ്റുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് തരുന്ന ഒരു ഏരിയയാണ് സോഷ്യൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ, പോളിസി ലെവലിലായിക്കോട്ടെ, മീഡിയയിലായിക്കോട്ടെ, ഡിപ്ലോമസി, ഈ ഏരിയാസിലെല്ലാം തന്നെ പൊളിറ്റിക്കൽ സയൻസിന് കൃത്യമായ സ്കോപ്പ് ഉണ്ട്. സോ നമ്മള് ഇങ്ങനെ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയോട് കൂടി പഠിച്ചാൽ, ജസ്റ്റ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ള റൂട്ട് ഉണ്ടായിരിക്കും. എന്റെ പേഴ്സണൽ കേസിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസിൽ ജോയിൻ ചെയ്യുന്നത് സിവിൽ സർവീസ് സ്വപ്നം കണ്ടിട്ടാണ്. ഞാൻ 17ാമത്തെ വയസ്സിൽ നമ്മുടെ കേരളം വിട്ട് ഡൽഹിയിലൊക്കെ വരുന്നത് സിവിൽ സർവീസ് എന്ന സ്വപ്നം കണ്ടിട്ടാണ്. അന്ന് സത്യമായിട്ടും പറഞ്ഞാൽ എനിക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പ് വലിയ രീതിയിലൊന്നും അറിയണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് ഞാൻ എന്റെ മാസ്റ്റേഴ്സിന്റെ 3rd സെമസ്റ്ററിന് ഞാൻ ഒരു കമ്പനിക്ക്, അസിം പ്രെംജി ഫൗണ്ടേഷനിലേക്ക് റിക്രൂട്ടഡ് ആകുന്ന സമയത്താണ് ശരിക്ക് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ സബ്ജക്റ്റിന് ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് ഒരു 22ാമത്തെ വയസ്സിന് എനിക്ക് കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറിയിൽ എന്റെ പൊളിറ്റിക്കൽ സയൻസ് ബേസ് ചെയ്തിട്ട് ഞാൻ റിക്രൂട്ടഡ് ആയിട്ടുണ്ട്. സോ അപ്പൊ അന്നാണ് ഈ സബ്ജക്ട് ജസ്റ്റ് എന്താ പറയാ, പല ആളുകളൊക്കെ ഒരു സോഷ്യൽ സയൻസ് ജസ്റ്റ് പേപ്പർ നിറച്ചാൽ നടക്കുന്ന ഒരു സബ്ജക്ട് എന്നൊക്കെ പലപ്പോഴും കളിയാക്കി പറയെങ്കിലും, ഈ സബ്ജക്റ്റിലൂടെ ഇത്രയും പൊട്ടൻഷ്യൽ ഇതിനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് എന്റെ മാസ്റ്റേഴ്സിന്റെ ഒക്കെ സമയത്താണ്. സോ ഞാൻ പഠിച്ചത് റെഗുലർ ആയിട്ടാണ്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഇന്നൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടമൊന്നുമല്ല. നമുക്ക് യൂട്യൂബിലൂടെയോ സോഷ്യൽ മീഡിയ എന്താ പറയുക, ഈവൻ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് പഠനം നടത്താം. സോ ഇഗ്നോയുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ. ഇഗ്നോയുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്, അവരുടെ അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ ഏതൊരു വ്യക്തിക്കും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇഗ്നോയുടെ സബ്ജക്റ്റും സിലബസും ഒക്കെ ഉള്ളത്. സോ അതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് എനിക്കെന്നറിയാം. ഇപ്പൊ നമ്മുടെ PhD റിസർച്ച് ലെവലിൽ വരുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, അവർ മാസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് ഇഗ്നോ എന്നാണ്. അവർ റെഗുലർ ആയിട്ട് പഠിച്ചിട്ടില്ല, അവർ ആ സമയത്ത് മറ്റു കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. ഞാൻ അലീഗഡിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഫസർ മുനീർ, അദ്ദേഹം കേരളത്തിൽ നിന്നാണ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. സോ അദ്ദേഹം ഡിസ്റ്റൻസ് ഇഗ്നോന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ PhD റെഗുലർ ആയിട്ട് ചെയ്ത് അങ്ങനെ പ്രൊഫസറായ ഒരു വ്യക്തിയാണ്. സോ ഇഗ്നോയുടെ മറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇഗ്നോയിലൂടെ പ്രോപ്പർ ആയിട്ട് ഒരാൾക്ക് പഠിച്ചാൽ അയാൾക്ക് കൃത്യമായിട്ടൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ പ്രൊഫസർ. പിന്നെ നമ്മൾ പലപ്പോഴും സബ്ജക്റ്റിൽ പഠിക്കുന്നത് തിയറികളാണ്. സോ ഈ തിയറിയെ ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ ഞാൻ ഇതിന് ഈ സബ്ജക്റ്റിന്റെ സ്കോപ്പിന് ശേഷം ഇതിന്റെ സ്കില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയാം. ഈ സബ്ജക്ട് ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിൽ ഈ കാര്യങ്ങളൊക്കെ
അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറെ കൂടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്ഷൻ. യു വിൽ ഹാവ് എ വണ്ടർഫുൾ കരിയർ ത്രൂ ദാറ്റ്. ഇതിലെന്തെങ്കിലും സോറി കേട്ടോ, ഞാൻ ചെയ്യുന്ന പോലെ കാരണം നമ്മുടെ ഓഡിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലിച്ചോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിസ്റപ്റ്റ് ചെയ്യാതെ എനിക്കത് മനസ്സിലാകും. സോ ഐ എം കണ്ടിന്യൂയിങ്. ഹയർ എഡ്യൂക്കേഷന് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ഇതിലുള്ള ആളുകൾ BA പഠിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ തന്നെ ചില BA ഒരു പേപ്പർ ഞാനും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഐ മീൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സോ അത് BA ഉണ്ട്. അതിനുശേഷം വരുന്നത് MA പൊളിറ്റിക്കൽ സയൻസ് ആണ്. MA പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ അതില് കുറെ അലൈഡ് ഏരിയാസ് വരുന്നുണ്ട്. MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ റിലേഷൻസ്. പിന്നെ അതിന് ഈ MA ചെയ്ത് അക്കാഡമിക്സിൽ പോകാൻ, അത് അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ റിസർച്ചിന്റെ അക്കാഡമിക് മേഖലയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു MA ഫസ്റ്റ് സെമസ്റ്റർ മുതൽ തന്നെ നെറ്റ് എക്സാം എഴുതാവുന്നതാണ്. സോ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ഐ തിങ്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ, ഇന്ത്യയിൽ നിലവിൽ ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് അയാൾ ക്ലിയർ ചെയ്തിരിക്കേണ്ട പരീക്ഷയാണ് നെറ്റ് എന്ന് പറയുന്നത്. സോ ഈ നെറ്റ് എക്സാമിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വളരെ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഫെലോഷിപ്പാണ് JRF എന്ന് പറയുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. സോ ഒരു MA ഫസ്റ്റ് ഇയർ സമയത്ത് തന്നെ തുടങ്ങാവുന്നതാണ്. 2 പേപ്പറാണ് നെറ്റ് എക്സാമിന് ഉണ്ടാവുക. ഫസ്റ്റ് പേപ്പർ അത് ഒരു ജനറൽ പേപ്പർ ആയിരിക്കും. സെക്കൻഡ് പേപ്പർ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീസണിങ്, അങ്ങനത്തെയൊക്കെ ജനറൽ നോളജ്, എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പേപ്പർ ആയിരിക്കും. നമ്മുടെ കേസിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ സബ്ജക്ട് പേപ്പർ ആയിരിക്കും. നെറ്റ് എക്സാം നമ്മൾ സീരിയസ് ആയിട്ടിരുന്ന് സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സീരിയസ് ആയിട്ട് സിലബസ് കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ എനിക്ക് എന്തോ ഒരു ദിവസം ഉള്ളതുകൊണ്ടെന്ന് അറിയില്ല, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്റെ ഫോർത്ത് അറ്റംപ്റ്റിൽ എനിക്ക് JRF, എന്റെ മാസ്റ്റേഴ്സ് നമ്മള് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേടിയെടുക്കാവുന്നതാണ്. JRF കിട്ടുന്ന ഒരാൾക്കുള്ള PhD കാലഘട്ടത്തിൽ നല്ലൊരു ഫെലോഷിപ്പ്, നല്ലൊരു എമൗണ്ട്. ഇപ്പൊ മുന്നത്തെ ഈ ഒരു JRF പിന്നെ 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഏകദേശം 30-35 ലക്ഷത്തോളം രൂപ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഫെലോഷിപ്പ് ആയിട്ട് മാത്രം കിട്ടും. അതിന്റെ പുറമെ നമുക്ക് എന്താ പറയാ, കണ്ടിൻജൻസി ഫണ്ട്, ഹൗസ് അലവൻസ്, അങ്ങനത്തെ കുറെ എക്സ്ട്രാ ഫണ്ടും ഇതിന്റെ കൂടെ ഉണ്ടാവും. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. നമ്മൾ അക്കാഡമിക്സിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിലവിൽ MA പഠിക്കുന്ന കുട്ടികൾ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ് എക്സാമിന് ശ്രമിക്കുക. വളരെ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് വർത്താണ്. അതായത് അത്രയും കഷ്ടപ്പെടുന്നത് നമുക്ക് വളരെ മൂല്യമുള്ളതാണ്. എന്താ പറയുക, വർത്താണെന്ന് പറയുന്നത്. അതും അത്ര എഫേർട്ട് ഇട്ടാൽ അതിനുള്ള റിസൾട്ട് അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ ലൈഫിലെ ഒരു 5 വർഷം നമുക്ക് സ്വസ്ഥമായിട്ട് സാമ്പത്തികത്തിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ സ്വസ്ഥമായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും. JRF നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി കിട്ടാനൊക്കെ ഇന്നത്തെ കാലത്ത് നെറ്റ് ഇല്ലാതെ ഒരു എന്താ പറയാ, അധ്യാപന മേഖലയിലേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സോ അതിന് MA പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് അതിന് ശ്രമിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ PhD, MA കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ PhD ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ച് ഫെലോഷിപ്പുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള PhD അല്ലാത്ത തന്നെ റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്. ഇന്ത്യയിലുണ്ട്, അബ്രോഡിലുണ്ട്, പല യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലും, പിന്നെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിനുണ്ട്, മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് ഉണ്ട്. സോ ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ റിസർച്ച് ചെയ്യാനും PhD ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതിലൂടെ നമുക്കൊരു സ്ട്രോങ് കരിയർ അക്കാഡമിക്സിൽ തുടങ്ങാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ ഒരുപാട് സ്കോളർഷിപ്സുകൾ, ഇന്റർനാഷണൽ സ്റ്റഡി ഓപ്ഷൻസ്, ഇപ്പൊ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ്, കോമൺവെൽത്ത് ഫെലോഷിപ്പ്, ഷെയറിംഗ് ഫെലോഷിപ്പ്, ഈ ഫെലോഷിപ്പുകളൊക്കെ ഇതില് PhD ഫുള്ളി PhDക്കും അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ ഫുൾ ബ്രൈറ്റ് കൂടുതലായിട്ട് നമുക്കുള്ളത് ഒരു വിസിറ്റിംഗ് ഫെലോഷിപ്പ്. നമ്മൾ ഇന്ത്യയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് അമേരിക്കയിൽ പോയി റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഫുൾ ബ്രൈറ്റിലൂടെ കിട്ടും. കോമൺവെൽത്തിൽ രണ്ടുമുണ്ട്. കോമൺവെൽത്തിൽ വിസിറ്റിംഗ് ഫെലോഷിപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഫുൾ ടൈം ഫോറിൻ, എസ്പെഷ്യലി UK PhD ചെയ്യാനുള്ള ഒരവസരം കോമൺവെൽത്തിലൂടെ കിട്ടുന്നതാണ്. സോ ഇതാണ് നമുക്ക് അക്കാഡമിക്സിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ അക്ഷയൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു കരിയർ എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് പൊളിറ്റിക്കൽ സയൻസിലൂടെ ടീച്ചിങ് തന്നെ, സ്കൂൾ ടീച്ചിങ്. BEd ഒരു ഹയർ സെക്കൻഡറിയിൽ അധ്യാപകനായാണ് അദ്ദേഹത്തിന് വേണ്ടത്. MA പൊളിറ്റിക്കൽ സയൻസ്, BEd, പിന്നെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. സോ ഇതാണ് ബേസിക്കലി വേണ്ടത്. സോ ഇനിയിപ്പോ BA പൊളിറ്റിക്കൽ സയൻസ് കഴിഞ്ഞ ഒരാൾക്കും BEd എടുത്ത് ഹൈസ്കൂൾ ലെവലില് അധ്യാപകനാകാൻ പറ്റും. സോ ടീച്ചിങ്ങിന് സ്കൂൾ ലെവൽ തൊട്ട് കോളേജ് ലെവല്, കോളേജിൽ ഒരാൾക്ക് അധ്യാപകനാവാന് MA ഇൻ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ UGC നെറ്റ്, ഞാൻ നേരത്തെ UGCയെ കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിന്റെ കൂടെ PhD കൂടെ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ പ്രിഫറൻസ് ലഭിക്കും. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പ്രൈവറ്റ് കോച്ചിങ്, എഡ്യൂടെക്, ഇന്നത്തെ കാലത്തൊക്കെ എഡ്യൂടെക് കമ്പനീസ് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. പ്രൈവറ്റ് കോച്ചിങ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ത്രൂ ഔട്ട് ഇന്ത്യ ഉണ്ട്. സോ ഇവിടെയൊക്കെ പഠിപ്പിക്കാനും അധ്യാപകർ ആവശ്യമാണ്. MA BA സബ്ജക്ട് ക്ലാരിറ്റി ആണ്. UPSC കോച്ചിങ്, എൻട്രൻസ്, അധ്യാപകർ ആവശ്യമുണ്ട്. സോ അവിടെയും പഠിപ്പിക്കാൻ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റവും ഇന്ന് നിലവിലില്ല. അതുപോലെ തന്നെ ഒരു പബ്ലിക് എക്സാമുകളും ഇപ്പൊ UPSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, എല്ലാത്തിനും സോഷ്യൽ സയൻസ് ഒരു അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ്. അതിൽ സിവിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. സോ അത് പഠിപ്പിക്കാൻ എല്ലാ കാലത്തും ടീച്ചേഴ്സിന്റെ ഒരു ആവശ്യമുണ്ട്. അത് ടീച്ചിങ് മേഖല എല്ലാ സമയത്തും ഒരു ഗുഡ് ഓപ്ഷനാണ്. രണ്ടാമതായത് പബ്ലിക് പോളിസി ആൻഡ് ഗവൺമെന്റ് എക്സ്പീരിയൻസ്. ഇന്നത്തെ കാലത്ത് കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, മുൻകാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ട് ഗവൺമെന്റ് അവരുടെ ഫങ്ഷൻസ് ഒക്കെ കൂടുതൽ എന്താ പറയാ മറ്റ് ഏജൻസികളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ ഗവേണൻസ് നടക്കുന്നതിൽ പല തിങ്ക് ടാങ്കുകൾ എന്ന് പറഞ്ഞാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്. ബേസിക്കലി തിങ്ക് ടാങ്കുകൾ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ സിമ്പിൾ ഡെഫിനിഷൻ ആയിട്ട്, അവരാണ് ഇപ്പൊ നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് ആണ്. അതുപോലെ പിന്നെ സെന്റർ ഫോർ പോളിസി റിസർച്ച്, ഇത് ഗവൺമെന്റിന്റെ തിങ്ക് ടാങ്കുകളുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് തിങ്ക് ടാങ്കുകളുണ്ട്. ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പല സ്റ്റഡീസ്, ഇപ്പൊ നമ്മളൊക്കെ മിനിസ്റ്റേഴ്സും എല്ലാവരും പല സ്റ്റഡീസ് കോട്ട് ചെയ്യും. ഈ സ്റ്റഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബേസിക്കലി തിങ്ക് ടാങ്കുകളാണ്. അവരവിടെ ഇപ്പൊ ഒരു ലെജിസ്ലേഷൻ പാസ്സാവണമെങ്കിൽ അതിലേക്കുള്ള റൂൾസ്, റെഗുലേഷൻസ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ പോളിസി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് തിങ്ക് ടാങ്കുകളാണ്. ഇവരെ നമ്മൾ മെയിൻ സ്ട്രീമിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ലൈഫിന് വരെ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് തിങ്ക് ടാങ്കുകൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഡ്വൈസറീസ്, ലെജിസ്ലേറ്റീവ് റിസർച്ച്. എക്സാം ഒക്കെ എഴുതിയ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കയറി അവിടെ നമുക്ക് വലിയ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ഒരു നല്ല കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് പ്രധാനപ്പെട്ട റോളുകൾ ഒരുപാട് വഹിക്കാനുണ്ട്. പിന്നെ അതുപോലെ NGOs, ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ്. ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ സെക്ടർ എന്ന് പറയുന്നത് വളരെ ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രീസ് ആണ്. നമുക്കറിയാം MSW ഒക്കെ ഇന്ന് വളരെ എന്താ പറയാ MSW പഠിച്ചിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ് ആണ്. സർക്കാരിന്റെ പല പദ്ധതികളും നടപ്പിലാക്കുന്നത് ഈ സോഷ്യൽ വർക്കേഴ്സ് ആണ്. ഈ സോഷ്യൽ വർക്കേഴ്സിന്റെ കൂടെ ഉള്ളത് ബേസിക്കലി പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ഉള്ള ഒരു സൊസൈറ്റിയെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ്. സോ NGOസില് പിന്നെ പോളിസി ഇംപ്ലിമെന്റേഷൻസിൽ ഇതിലൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ അർബൻ പ്ലാനിങ്, ലോക്കൽ ഗവർണൻസ്, മുനിസിപ്പൽ ബോഡീസ്, പ്രോജക്ട്സ്, നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ആ പ്രോജക്റ്റുകളായിട്ട് സോഷ്യൽ സെക്ടർ എന്നുള്ളൊരു ഏരിയ ആയിട്ട് പറയാൻ പറ്റും. സോ ഈ സോഷ്യൽ സെക്ടറിൽ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഗവൺമെന്റ് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ ഇതിന് പ്രത്യേകമായിട്ട് പറയാവുന്നതാണ് ഇപ്പൊ NGOs. ഇപ്പൊ ഇന്ന് CS ആണ് ഇപ്പൊ കേരളത്തിൽ നിലവിലിങ്ങനെ CSR
വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. CSR എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയും എന്നാണ് വിചാരിക്കുന്നത്, എന്നാണ് ഞാൻ അറിയാത്ത ആളുകൾക്ക് ഒരു ഇൻട്രോ പറയുന്നത്. കോർപ്പറേറ്റ് കമ്പനി അവരുടെ പ്രോഫിറ്റിന്റെ, അവരുടെ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സമൂഹത്തിന് വേണ്ടി ചെലവാക്കണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കുന്നത് സോഷ്യൽ സെക്ടറിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ്. അവരാണ് ഈ പറഞ്ഞ തിങ്ക് ടാങ്കുകൾ ഉണ്ടാവുക, NGOs ഉണ്ടാവുക. എക്സാമ്പിൾ റിലയൻസിന് ഇത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ട്, അവിടെ ബേസിക്കലി ഒരു മൊബൈൽ കമ്പനിയാണ്. സോ അവരുടെ എഞ്ചിനീയേഴ്സ് അല്ല സോഷ്യൽ സെക്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. അവിടെ സോഷ്യൽ സെക്ടറിന്റെ പ്രസക്തി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ജേർണലിസം, മീഡിയ സ്ട്രാറ്റജി. ജേർണലിസം എന്ന് പറയുന്നത് ഹെവി ബേസിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. പറയാ കാലഘട്ടങ്ങളിൽ കൂടുതലും ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ്, പൊളിറ്റിക്കൽ റിപ്പോർട്ടർ, അതുപോലെ തന്നെ എഡിറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. ഇപ്പോ ഈ എഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു പത്രത്തിന് മാത്രമല്ല. ഇപ്പൊ നമ്മുടെ മെറ്റയിലെ ഒരുപാട് ആളുകൾ, എന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ തന്നെ പല ആളുകളും പല ജേർണലിസ്റ്റ്, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്നൊക്കെ പോയിട്ടുള്ള ജേർണലിസത്തിലേക്ക്, പൊളിറ്റിക്കൽ സയൻസിന് പിന്നീട് ജേർണലിസത്തിലേക്ക് പോയി. പിന്നെ അവരിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറിലൊന്നുമല്ല, അവർ ഫേസ്ബുക്കിലൊക്കെ. കാരണം ഫേസ്ബുക്കില് ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഇന്നൊരു എഡിറ്റോറിയൽ ബോർഡിന്റെ, എഡിറ്റോറിയൽ ബോർഡ് മീൻസ് കാര്യങ്ങൾ, റെഗുലേഷൻസിനെ, റൂൾസിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബോഡീസിലൊക്കെ ഇരിക്കുന്നത് ബേസിക്കലി ഇതിനെക്കുറിച്ച് ഇതൊരു പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ള പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളാണ്. സോ അതുപോലെ തന്നെ മീഡിയ സ്ട്രാറ്റജിസ്റ്റ്, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഈ പറഞ്ഞ ഏരിയാസിലൊക്കെ പൊളിറ്റിക്കൽ സയൻസിന് സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഇലക്ഷൻ കവറേജ് ആൻഡ് സെഫോളജിസ്റ്റ്. സെഫോളജിസ്റ്റ് മീൻസ് ഡേറ്റ അനാലിസിസ് ഇൻ പൊളിറ്റിക്കൽ ഇലക്ഷൻ. അത് ഇലക്ഷൻ സെഫോളജിസ്റ്റിന്റെ ഒരു സ്കോപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞൊരു 10 വർഷമായിട്ടൊക്കെ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻസിനെ നിയന്ത്രിക്കുന്നത് പല കോർപ്പറേറ്റ് ഏജൻസികളാണ്. അവരാണ് പൊളിറ്റിക്കൽ കൺസൾട്ടൻസി പല പാർട്ടീസിനും നൽകി എവിടെ എന്ത് സംസാരിക്കണം, എവിടെ ഇന്ന സ്ഥലത്തെ ഡേറ്റ നോക്കിയിട്ട് ഏത് രീതിയിലുള്ള സ്ട്രാറ്റജികൾ എടുക്കണം, അങ്ങനത്തെ തീരുമാനങ്ങളുണ്ട്. ഈ സെഫോളജിസ്റ്റ് ഒരു പൊസിഷൻ ഇന്ന് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സെഫോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഗ്രേറ്റ് ലോങ് ഡെഫിനിഷൻ ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. സോ ഇലക്ഷൻ കവറേജ്, ഇലക്ഷന്റെ സ്ട്രാറ്റജി തീരുമാനിക്കുക, അങ്ങനത്തതിലൊക്കെ. അതുപോലെ സിവിൽ സർവീസ്, ഗവൺമെന്റ് റൂൾസ്. ഇപ്പൊ എല്ലാ കാലത്തും ഒരു എവർഗ്രീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്നത്. UPSC, ഓഫ് കോഴ്സ്, IAS, IPS, IFS, IRS. പൊളിറ്റിക്കൽ സയൻസ് ഏറ്റവും അതിന്റെ സിലബസ്, ഈ പറഞ്ഞ UPSCയുടെ സിലബസ് ആയിട്ട് ഏറ്റവും അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റിക്കൽ സയൻസ്. അത് ഇപ്പൊ ഞാൻ UPSC കൊണ്ടിട്ട് ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ പറയാം. അതിന്റെ പ്രിലിംസിലാണെങ്കിലും ജനറൽ പേപ്പറുകളാണ്, 4 ജനറൽ പേപ്പറുകളാണ്. 4 ജനറൽ പേപ്പറും ഒരുപോലെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഈവൻ സയൻസിൽ വരെ, സയൻസിന്റെ ഒരു ഏരിയ വരുന്നുണ്ട്. അതിൽ വരെ സയൻസിന്റെ പോളിസീസിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാം, എസ്പെഷ്യലി UPSCയിലെ ഒരു ഘടകമാണ്. പിന്നെ സ്റ്റേറ്റ് സിലബസിന്റെ, സ്റ്റേറ്റ് സർവീസിന്റെ കാര്യമാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടേഴ്സ്, തഹസിൽദാർ, ഇവരൊക്കെ നേടിയപ്പോൾ അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പോള് കേരളത്തിൽ, അതിന്റെ സമയം കഴിഞ്ഞു പോയി. ഇപ്പൊ ആളുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ അതിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്കൊക്കെയുള്ള എക്സാമുകൾ നടക്കാൻ പോകുന്നുണ്ട് കേരളത്തിൽ. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് PSCയിലാണെങ്കിലും സെൻട്രൽ PSCയിലാണെങ്കിലും പിന്നെ പബ്ലിക് മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കോഴ്സിലാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പോളിസി കോഴ്സ്, കൺസൾട്ടൻസി, ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ്, പ്രൊജക്ട് ഓഫീസേഴ്സ്, ഈ
ഏരിയാസിലെല്ലാം, അതായത് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസിലെ എല്ലാ തരത്തിലും പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് സ്കോപ്പ് കാണാൻ പറ്റും. അസ്യൂമിങ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മേക്ക് എ സെൻസ്, ബിക്കോസ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓഡിയൻസ് ഇല്ലാത്ത അതുകൊണ്ട് ഞാൻ അസ്യൂമിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. സാറേ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? നാഷണൽ റിലേഷൻസ് ആൻഡ് ഡിപ്ലോമാറ്റിക് കരിയേഴ്സ് ആണ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരു ഏരിയയാണ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ്, ഫോറിൻ പോളിസി, നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ ഫോറിൻ പോളിസിയുടെ ഭാഗം വരുന്നത്. അതുപോലെ തന്നെ മൊത്തം വേൾഡ് പൊളിറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത വേൾഡ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ജസ്റ്റിസ്, ഈ പറഞ്ഞ ഏരിയയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഫഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ വരുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് തന്നെയാണ്. ഇത് UPSC വഴിയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസിലേക്ക് ആളുകൾ എടുക്കുന്നത്. എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി IFS-ലുണ്ട്. ഇവരൊക്കെ UPSC വഴിയാണ് വരുന്നത്. ഇന്ത്യയെ പല രാജ്യത്തും റെപ്രസെന്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള IFS ഓഫീസേഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ ആൻഡ് ഇന്റർനാഷണൽ NGOs, UNDP, ഐക്യരാഷ്ട്രസഭയുടെ നിരവധി ഉപസംഘടനകൾ, UNDP, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് ബാങ്ക്, പിന്നെ ഇപ്പോൾ ഈ ഇൻ ദ സെൻസ് ഐക്യരാഷ്ട്രസഭയുടെ അല്ലാത്ത ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഇങ്ങനത്തെ ഏജൻസീസിലൊക്കെ പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെ വളരെ ഒരുപാട് സ്കോപ്പ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെയൊക്കെ പല ഫ്രണ്ട്സും അതിന്റെ കൂടെ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച പല ആളുകളും ഗ്രീൻ പീസിനും ആംനസ്റ്റി ഇന്റർനാഷണൽസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകളൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ പല പ്രൊജക്ടുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആഫ്രിക്കയിൽ UNDP-യിലൊക്കെ പല പ്രൊജക്ടുകളും കൈകാര്യം ചെയ്യുന്ന ടീമിൽ നമ്മുടെ എന്റെ ബാച്ചിലൊക്കെ പഠിച്ച ചില ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പൊളിറ്റിക്കൽ സയൻസ് ഈ ഏരിയാസിലും നമുക്ക് റോള് കാണാൻ പറ്റും. അതുപോലെ ഫോറിൻ ഞാൻ തിങ്ക് ടാങ്ക് പറഞ്ഞു നേരത്തെ, ഫോറിൻ പോളിസി തിങ്ക് ടാങ്കാണ്. ഗ്ലോബൽ റിസർച്ച്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ കാര്യങ്ങളിലൊക്കെ ഫോറിൻ പോളിസി തിങ്ക് ടാങ്ക് ഉണ്ട്. സോ അതിലും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് വക്കീലാവുന്നതാണ്, അവർക്ക് ഡിഫറെന്റ് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനാണ് കോർപ്പറേറ്റ് ലീഗൽ അഡ്വൈസർ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരിക്കണം എന്ന നിയമം തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട്. പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, പോളിസി ലോയേഴ്സ്, ലീഗൽ അനാലിസിസ് ഫോർ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. വൺസ് നമ്മളൊരു അഡ്വക്കേറ്റ് ആയ ശേഷം ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ സർവീസ് ഉണ്ട്. ജുഡീഷ്യൽ സർവീസിലൂടെയാണ് നമ്മൾ ജഡ്ജിമാരൊക്കെ, ലോവർ കോർട്ടിലെ ജഡ്ജിമാരൊക്കെ കൂടുതലും ജുഡീഷ്യൽ സർവീസിലൂടെയാണ് ജഡ്ജിമാരാകുന്നത്. ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജിമാരാകുന്നത് കുറെ അധികം വർഷം നമ്മൾ ലോയറായി പ്രാക്ടീസ് ചെയ്ത് പിന്നീടാണ്. അതിനൊരു വേറെ കൊളീജിയറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ജുഡീഷ്യൽ സർവീസിലൂടെ ലോവർ കോർട്ടുകളിലൊക്കെ ജഡ്ജ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഇതുവരെ സംസാരിച്ചത് ഇപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കരിയർ ആയിട്ട് അല്ലെങ്കിൽ സ്കോപ്പ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോർമലി നമ്മുടെ നാട്ടിൽ അധികം ഉള്ളത് 5 ഇയർ LLB ആണ്. 5 ഇയർ LLB ആണ് നോർമലി ഉള്ളത്. സോ അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ 3 ഇയർ LLB അവൈലബിൾ ആണ്. അതിന് ഇപ്പൊ അതിനുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ലോ സ്കൂൾ, വളരെ നല്ല ലോ സ്കൂളാണ്. അതുപോലെ കേരളത്തിൽ 3 ഇയർ സ്ഥലത്തായിട്ട് അവൈലബിൾ ആണ്. തിരുവനന്തപുരം ഉണ്ട്, കാലിക്കറ്റിലുണ്ട്. സോ അങ്ങനെയും നമുക്ക് അഡ്വക്കേറ്റ് ആകാവുന്നതാണ്. ഇപ്പൊ ഈവൻ എന്താ പറയുക, ഇതിന് ബ്രേക്ക്, ഇതിനൊരു കണ്ടിന്യൂഷൻ 5 ഇയർ LLB എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള 5 ഇയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, 5 വർഷം തുടർച്ചയായിട്ട്. ഇപ്പൊ 3 ഇയർ LLB എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, അല്ല എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ഏജിന്റെ പ്രശ്നമൊന്നും ഈ
3 ഇയർ LLB ഇല്ല. ഇതാണ് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് പറയാനുള്ളത്. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഓൾ കേരള എൻട്രൻസ് ആണ് അതിന് വരുന്നത്. അതുപോലെ നാഷണൽ ലെവലാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് ആണ്. അങ്ങനെ കോമൺ എൻട്രൻസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് CUET അല്ല എന്നാണ് ഞാൻ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. LLB ആയിട്ട് പ്രധാനമായിട്ടും കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അക്വയർ ചെയ്യേണ്ട ഒരു സ്കിൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ റിസർച്ച് ആൻഡ് അനാലിസിസ് ആണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പ്ലാറ്റോയുടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും നമ്മളൊരു ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും, ഒരു കപ്പാസിറ്റി ഉണ്ടാവും. നമുക്കൊരു ഒന്നിനോട് ചിലത് പ്രത്യേകമായ കഴിവുണ്ടാവും. സോ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്കുള്ള ആ സ്കില്ല് എന്താണ് അത് നമ്മൾ കൂടുതൽ ഈ സബ്ജക്റ്റിനോടൊപ്പം ഷാർപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റേബിൾ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായി. സോ ഈ സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഈ സബ്ജക്ട് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഈ സ്കില്ലുകളെയും കൂടി ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഒന്നാമതായിട്ട് റിസർച്ച് ആൻഡ് അനാലിസിസ്, പോളിസി റിസർച്ച്, പൊളിറ്റിക്കൽ ട്രെൻഡ് ഇവാലുവേഷൻസ്. സോ പത്രമായൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു അനാലിസിസ് ആണ്. ഇപ്പോൾ പൊളിറ്റിക്കൽ അനാലിസിസിന്റെ ഒക്കെ കുറെ റൈറ്റിംഗ്സ്, ലേഖനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ വായിച്ച് ഇതെങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്, ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് എങ്ങനെ, ഇപ്പൊ ഒരു ഇലക്ഷൻ, ഇപ്പൊ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞു, അതിന്റെ ഒരു അനാലിസിസ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പൺ എഡിറ്റോറിയൽ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടാവും. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു അനാലിസിസ് ചെയ്യുക എന്ന്. അപ്പൊ ആ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ഇവൻച്വലി ഡെവലപ്പ് ചെയ്യുക. ആദ്യം നമുക്ക് ഉണ്ടാവില്ല, ഇറ്റ് വിൽ കം, നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇത് സോഷ്യൽ സയൻസിൽ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും സംസാരത്തിലൂടെ പറ്റുമെന്നുണ്ടെങ്കിലും റൈറ്റിംഗിലൂടെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിന് കുറഞ്ഞ വാക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും ആയിക്കോട്ടെ. ഇത് ഒരു മൂന്നാമത്തെ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡിബേറ്റ്. സോ ഇവിടെ ഇപ്പൊ എനിക്ക് കാണിക്കുന്നുണ്ട് ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് ഡിബേറ്റിംഗ്. നമ്മൾ ഒരു കോൺഫിഡൻസ് പബ്ലിക്കായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യം പബ്ലിക്കായിട്ട് പറയാനുള്ള ഒരു ധൈര്യം നമ്മളുള്ളിലൊക്കെ ആ ധൈര്യം ഉണ്ട്. ശരിക്കും നമ്മൾ ചെറിയൊരു മടിയൊക്കെ കാരണം മറിച്ചു വെക്കുന്നത്. നമുക്കിപ്പോ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിലും അത് ആ ഒരു സ്കില്ല് വേണം എന്നുള്ള ഒരു ആവശ്യത്തോട് കൂടിയിട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്ത് സംഭവിക്കാനാണ് തെറ്റിപ്പോയാൽ നമുക്കൊന്ന് വൈകും, അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നും ഇല്ല. അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ഇതിലൊരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു ചെറിയ മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാലാളോട് സംസാരിക്കാനായിക്കോട്ടെ, അവർ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് സിഫോളജി ഒക്കെ അതിന്റെ ഒരു വലിയ വേർഷൻ ആണ്. സോ ഇറ്റ്സ് എ വെരി ലോഡഡ് വേർഡ്. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഇപ്പൊ ഒരു കാര്യം കണ്ടാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞു, അതിൽ ഇത്ര ജയിച്ചു, അപ്പൊ അതിന്റെ അനാലിസിസ്, അത് എന്തുകൊണ്ട് ആ ഒരു അനാലിസിസ് ചെയ്ത ചില ഓപ്പറേറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്കൊന്ന് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ഇങ്ങനെ അനാലിസിസ് ചെയ്തിട്ടുള്ളത്. ആ അനാലിസിസ് വായിക്കുക, മനസ്സിലാക്കുക. ഇപ്പൊ TV ചാനലിലൊക്കെ എന്തെങ്കിലും അതായിട്ടുള്ള ഡിബേറ്റുകൾ ഉണ്ടെങ്കിൽ അത് കാണുക, അത് മനസ്സിലാക്കുക. സോ ഇവൻച്വലി നമുക്കും ആ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റും. ആ സ്കില്ല് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്ക്. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ലീഗൽ ആൻഡ് എത്തിക്കൽ അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ്, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്. ഇത് കുറെ കൂടെ ഈ സ്കിൽ എന്ന് പറയുന്നത് കുറെ കൂടെ നന്നായിട്ട് വായിക്കുക എന്നുള്ളത്. നല്ലൊരു വായനാശീലം ഉണ്ടാവും. നമുക്ക് ആ സിലബസിൽ അപ്പുറത്തേക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും നമ്മുടെ ഗവേണൻസിനെ കുറിച്ചും നമ്മുടെ ലോകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇൻഡസ്ട്രി ട്രെൻഡ്സ് ആൻഡ് ജോബ് മാർക്കറ്റ് ഇൻസൈറ്റ്സ്. വേർ ഈസ് പൊളിറ്റിക്കൽ സയൻസ് ഇൻ ഡിമാൻഡ്? എവിടെയാണ് പൊളിറ്റിക്കൽ സയൻസ് ഡിമാൻഡ് ഉള്ളത്? എവിടെയാണ് ഈ ഒരു സ്കോപ്പ് ഉള്ളത്? അത് ഞാൻ അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു കോർപ്പറേറ്റ്, അസീം പ്രേംജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോർപ്പറേറ്റ് സെക്ടർ. സോ അവർക്ക് പൊളിറ്റിക്കൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ ഒരു സ്റ്റുഡന്റിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. സോ ഇപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് അറിയാം. എനിക്ക് ആ സമയത്ത് എനിക്ക് 22 വയസ്സിലാണ് 6 LPA
അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ക്വൈറ്റ് ഗുഡ്. ഒരു എഞ്ചിനീയർക്കൊക്കെ കൊടുക്കുന്ന ഒരു എമൗണ്ട് തന്നെ ഓൾമോസ്റ്റ് ആ എമൗണ്ട് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു എഞ്ചിനീയർക്ക് കൊടുക്കുന്ന ഏകദേശം ആ എമൗണ്ട് അവർ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വലിയ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റിന് ഡിമാൻഡുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അവിടെ നമ്മൾ സ്കിൽഡ് ആയിരിക്കുക, നമ്മൾ വർക്കാണെന്ന് അവരെ പ്രൂവ് ചെയ്യുക. അപ്പൊ ആ ഏരിയാസ് എന്തൊക്കെയാണ്? ഒന്നാമത് ഗ്രോയിങ് ഡിമാൻഡ് ഫോർ പോളിസി അനാലിസിസ്, ഗവേണൻസ് അഡ്വൈസേഴ്സ്, ലീഗൽ പ്രൊഫഷണൽസ്. നമ്മുടെ LLP ഇപ്പൊ ലീഗൽ പ്രൊഫഷണൽസിന് വലിയ ഡിമാൻഡ് ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് കോർപ്പറേറ്റ് മേഖലയിൽ. അതുപോലെ തന്നെ പോളിസി അനാലിസിസ്. നമുക്കൊരു അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മാർക്കറ്റ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പൊ ChatGPT ഒക്കെ വന്ന കാലത്ത് ഈ ക്ലർക്കിക്കൽ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യമില്ല. ഒരു അനലിറ്റിക്കൽ സ്കില്ലുള്ള കാര്യങ്ങൾ സോഷ്യലി ഒക്കെ അവയർനെസ് ഉള്ള ഒരാളെ പല മേഖലകൾക്കും പബ്ലിക്കും പ്രൈവറ്റും ആയിട്ടുള്ള മേഖലകൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ജേർണലിസം, ഇന്ന് ജേർണലിസം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസേഴ്സ് ഇൻ സോഷ്യൽ മീഡിയ, ഈ മേഖലയിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ പല പോഡ്കാസ്റ്റുകളും പല യൂട്യൂബ് ചാനലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധമുള്ള ഒരാൾക്ക് എന്നും മാർക്കറ്റ് ഉണ്ട്. എക്സ്പാൻഡിങ് റോൾസ് ഓഫ് കോർപ്പറേറ്റ് പബ്ലിക് അഫയേഴ്സ് ആൻഡ് CSR ഗവേണൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, CSR ഗവേണൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗ്രോയിങ് ആൻഡ് ബൂമിങ് ഏരിയ. ഇന്നത്തെ റോളാണ് ഇന്ന് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ പ്രോഫിറ്റിന്റെ ഇത്ര ശതമാനം സമൂഹത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ അവർക്ക് പൈസ ഉണ്ടാകും അവരുടെ കയ്യിൽ. ആ പൈസ പ്രോപ്പർ ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് സോഷ്യൽ സെക്ടറിലുള്ള ഒരു പ്രൊഫഷന്റെ ജോലിയാണ്. സോഷ്യൽ സെക്ടർ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഏരിയയാണ് സോഷ്യൽ സെക്ടർ. സോഷ്യൽ സെക്ടറിൽ നമുക്ക് സ്കില്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ സെക്ടറിൽ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് നല്ല അനലിറ്റിക്കൽ സ്കിൽ ഉണ്ടാവണം, അത്യാവശ്യം റിസർച്ച് എബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, പിന്നീട് ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിപ്ലോമസി. ഇന്റർനാഷണൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോറിൻ പോളിസി തിങ്ക് ടാങ്കുകൾ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇന്റർനാഷണൽ NGOs, ഇവിടെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകൾക്കുണ്ട്. പിന്നീട് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ കരിയർ സക്സസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ സെഷനിൽ എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത്? ഇങ്ങനെ പലപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ് ഒരു വളരെ ഇൻഫീരിയർ സബ്ജക്റ്റ് ആയിട്ട് കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിപ്പോ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എന്നോട് എല്ലാവരും, എന്റെ ടീച്ചേഴ്സ് ഒക്കെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാൻ പല സയൻസ് സബ്ജക്റ്റ് ഒക്കെ എടുത്തു പോകും. എടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുള്ള കുട്ടികളൊക്കെ സയൻസേ എടുക്കാവൂ എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാൻ 10th കഴിഞ്ഞത്. പക്ഷെ എന്റെ ഒരു പാഷൻ സോഷ്യൽ സയൻസിലായതുകൊണ്ടും എന്റെ സോഷ്യൽ സയൻസിന്റെയും പിന്നെ സയൻസിലെ ഒരു ടീച്ചറും എന്നെ വളരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും UPSC എന്നുള്ള ഒരു സ്വപ്നം ഉള്ളതുകൊണ്ടും എന്നോട്, ഞാൻ ഹ്യൂമാനിറ്റീസ് ചേർന്ന സമയത്ത് ഇറ്റ് വാസ് എ വെരി സോ നമ്മള് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം എവിടെ നമുക്ക് പോകണം, നമ്മുടെ കരിയർ എവിടെ ആവണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ സോഷ്യൽ സയൻസ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരും. നമുക്ക് അവിടെ പാഷനേറ്റ് ആയിട്ട് ഒരു മടുപ്പും കൂടാതെ ഈ IT സെക്ടറിലൊക്കെ ഉള്ള പോലെ ഒരു മടുപ്പോട് കൂടി ജോലി ചെയ്യേണ്ട അവസ്ഥയില്ല. നമുക്ക് ഇഷ്ടത്തോടു കൂടി നമുക്ക് അതിൽ വളരെ സക്സസ്ഫുൾ ആവാൻ പറ്റും. അതിന് നമുക്കൊരു ക്ലിയർ ഗോൾ ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കുണ്ടാണ് സെറ്റ് എ ക്ലിയർ ഗോൾ. പബ്ലിക് പോളിസി ആണോ നമുക്ക് പോകേണ്ടത്, ജേർണലിസം ആണോ, അതോ സിവിൽ സർവീസ് ആണോ, ഡിപ്ലോമസി ആണോ? അതുണ്ടാവണം. BA പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന സമയത്ത് തന്നെ അറ്റ്ലീസ്റ്റ് MA പൊളിറ്റിക്കൽ സയൻസിന്റെ തുടക്കത്തിലെങ്കിലും നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടാകും, ഈ കോഴ്സിന് ശേഷം ഞാൻ എവിടെ പോകണമെന്ന്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഗെയിൻ അഡീഷണൽ സ്കിൽസ്. ഞാൻ പറഞ്ഞ ആ സ്കില്ലുണ്ടല്ലോ, അതിന് പബ്ലിക് സ്പീക്കിംഗ്. ഇപ്പൊ എല്ലാത്തിനും പബ്ലിക് സ്പീക്കിംഗ് ആവശ്യമാണെന്നല്ല. ചിലപ്പോൾ ഒരു റിസർച്ചിനോട് അത്രയും താല്പര്യമുള്ള ഒരാൾക്ക് പബ്ലിക് സ്പീക്കിംഗ് അത്ര അത്യാവശ്യമില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹം ചെയ്ത റിസർച്ച് പ്രസന്റ് ചെയ്യാൻ ഒരു പ്രസന്റേഷനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. സോ ഏത് സ്കില്ലാണോ നമ്മുടെ ഡ്രീമിന് ആവശ്യമായത് ആ സ്കില്ല് അക്വയർ ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ്, വളണ്ടിയറിങ്, തിങ്ക് ടാങ്കുകളിലൊക്കെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് അസോസിയേഷൻ ആവശ്യം. നമ്മൾ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുക, മീഡിയ ഹൗസസിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്യുക, പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് ഏതെങ്കിലും ഓർഗനൈസേഷൻസിന്റെ കൂടെ വളണ്ടിയറിങ്, ഇന്റേൺഷിപ്പ് ചെയ്യുക, NGOസിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക. സോ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവരായിട്ട് ഒരു
കണക്ഷൻ ഉണ്ടാക്കുക. നെറ്റ്വർക്കിംഗ് ആൻഡ് മെന്റർഷിപ്പ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരു ഇറ്റ്സ് എ സ്റ്റഡി ദാറ്റ് ഇന്ന് ഒരു 100 ജോലിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ 60% ജോലിയിലേക്കും ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ടാണ്. ഒരു നെറ്റ്വർക്ക്, അതായത് അവരുമായിട്ട് ആ എൻജിഒയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, നമ്മുടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. സോ നമുക്ക് നമ്മളൊരു നല്ല കണക്ഷൻ, നമ്മൾ ഏത് മേഖലയിലാണോ പോകേണ്ടത്, അക്കാഡമിക്സിലാണോ അതോ കോർപ്പറേറ്റ് മേഖലയിലാണോ, ഏത് മേഖലയിലാണ് നമ്മൾ പോകേണ്ടത് എന്ന് ആദ്യം സെറ്റ് ചെയ്ത് ആ മേഖലയിലുള്ള ആളുകളുമായിട്ട് നമ്മൾ നല്ല ഒരു നെറ്റ്വർക്ക്, നല്ല ബന്ധം ഡെവലപ്പ് ചെയ്യുക. Okay. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ജോബ് അപ്ലിക്കേഷൻ, നല്ല CV ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് നല്ല രീതിയിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു CV ഡെവലപ്പ് ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാനിപ്പോഴുള്ള കുട്ടികളോടൊക്കെ പൊതുവെ പറയാറുണ്ട്, സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നത്, ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ചെക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ള മാറ്റർ അല്ല, എല്ലാ ദിവസവും ലിങ്ക്ഡിൻ ചെക്ക് ചെയ്തിരിക്കണം. എസ്പെഷ്യലി ഞാൻ മാസ്റ്റേഴ്സുകാരോട് പറയുന്നത്, കാരണം ലിങ്ക്ഡിനിലൂടെയാണ് ഇത് പല പ്രൊഫഷണൽ അക്കാഡമിക്സിലും ആണെങ്കിലും നോൺ അക്കാഡമിക്കിലാണെങ്കിലും ലിങ്ക്ഡിനിലൂടെയാണ് പലപ്പോഴും കണക്ഷൻസ് ഉണ്ടാവും. റീസെന്റ് എന്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഞാൻ കുറച്ച് ഒരു കഴിഞ്ഞ മാസം IIM കാലിക്കറ്റില് ഒരു വിന്റർ സ്കൂൾ അറ്റൻഡ് ചെയ്യായിരുന്നു. ഇറ്റ് വാസ് IIT ബോംബെ ആയിരുന്നു ഓർഗനൈസ് ചെയ്തത്. സോ അവിടെ വെച്ച് ഞാൻ എന്റെ ലിങ്ക്ഡിനിലൂടെ മാത്രം ബന്ധമുള്ള ഒരു പ്രൊഫസറെ ഞാൻ കണ്ടു. ജിൻഡൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രൊഫസറാണ്. പക്ഷെ ഞങ്ങളന്ന് ഓൾറെഡി ഞങ്ങൾ ലിങ്ക്ഡിനോട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ഓൾറെഡി ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ആ കണക്ഷൻ എനിക്ക് ഞാനിപ്പോ അതിനുശേഷം ഞാൻ ജർമ്മനി അപ്ലൈ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് കണക്ഷൻസ് വിൽ വർക്ക്. സോ ഇന്നത്തെ കാലത്ത് ആ കണക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് നമ്മളെ കണക്റ്റഡ് ആയിരിക്കുക, നല്ല CV ഡെവലപ്പ് ചെയ്യുക. സോ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ എംപ്ലോയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇഗ്നോയില് ഈ കോഴ്സ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ചെറിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം കോഴ്സ്, വെബിനാറുകളൊക്കെ ഉണ്ട്. പബ്ലിക് പോളിസി ഗവേണൻസിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ പല മൂക്ക് കോഴ്സുകൾ, മൂക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, ഓൺലൈൻ ലേണിംഗ്, ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. ഫ്രീ മൂക്സ് എന്ന് അടിച്ചാൽ MOOC, ദാറ്റ്സ് ദ ഫുൾ ക്യാപിറ്റൽ MOOC. ഫ്രീ മൂക്സ് എന്ന് അടിച്ചാൽ ഒരുപാട് ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ മീഡിയ ജേർണലിസം, ഷോർട്ട് ടേം കോഴ്സ്, പൊളിറ്റിക്കൽ ജേർണലിസം, ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ്, ഇതിലൊക്കെ ഷോർട്ട് ടേം കോഴ്സുകൾ അല്ലെങ്കിൽ വെബിനാറുകൾ അവൈലബിൾ ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഏരിയയിൽ പോകാൻ താല്പര്യമുള്ള ആളുകൾ അത് അറ്റൻഡ് ചെയ്യുക. അതുപോലെ ലീഗൽ ആൻഡ് പാരാലീഗൽ സർട്ടിഫിക്കറ്റ്സ്, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ്, ഇപ്പൊ ചിലതൊക്കെ ഓൺലൈൻ ചെയ്യാറുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ പോയാൽ ചെറിയ കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ കേരളത്തിലും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. അവരൊക്കെ കോൺടാക്ട് ചെയ്താൽ അവരൊക്കെ ചെറിയ ഒരു 1 മന്ത് 1 വീക്കിന്റെ ഒക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ കരിയർ. നമ്മുടെ CV അവിടുന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ഫോറിൻ ലാംഗ്വേജ് ഫോർ ഡിപ്ലോമസി, നമുക്ക് ഫോറിൻ ഡിപ്ലോമസി റിലേറ്റ് ചെയ്തിട്ട് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുക. അപ്പൊ ഞാൻ UPSC ട്രൈ ചെയ്തിരുന്നു, സ്റ്റിൽ ഐ എം ട്രൈങ്. ആൻഡ് ഞാൻ അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് UN, ഐക്യരാഷ്ട്രസഭയിൽ വർക്ക് ചെയ്യാനുള്ള. സോ അതുകൊണ്ട് എനിക്ക് ഫോറിൻ ലാംഗ്വേജസ് അറിയാം. എനിക്ക് ഫ്രഞ്ച് അറിയാം, എനിക്ക് ഭാഷ ലാംഗ്വേജ് അറിയാം, എനിക്ക് ടോട്ടൽ 8 ലാംഗ്വേജുകൾ എനിക്കറിയാം. സോ അതൊക്കെ ഞാൻ പഠിച്ചെടുത്താൽ, ഞാൻ കേരളത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കും ആകെ 2 ലാംഗ്വേജ് അറിയാവുന്ന, 3 ലാംഗ്വേജ് വേണമെങ്കിൽ പറയാം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. ബാക്കിയുള്ള ലാംഗ്വേജ് ഒക്കെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഞാൻ പതിയെ പഠിച്ചെടുത്ത ലാംഗ്വേജുകളാണ്. സോ അത് പഠിച്ചെടുക്കുക. ഇപ്പൊ യൂട്യൂബിൽ തന്നെ നമുക്ക് പല കോഴ്സുകളും പല ലാംഗ്വേജും പഠിച്ചെടുക്കാം. പിന്നെ ലിങ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. ഈ ആപ്പുകൾ വഴിയൊക്കെ നമുക്ക് കോഴ്സ്, ഈ പറഞ്ഞ ലാംഗ്വേജ് പഠിച്ചെടുക്കാവുന്നു. അതിന്റെ പ്രൊമോഷൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. പ്രീമിയം സാധാരണ ഈ ആപ്പുകൾ എടുത്താൽ തന്നെ നമുക്ക് അതിനോട് പാഷനേറ്റ് ആണ്,
ലിവിംഗും ഉണ്ട്, കുറച്ച് യൂട്യൂബ് ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ് ഫോർ പോളിസി റിസർച്ച്, GSI മാപ്പിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പൊളിറ്റിക്കൽ റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ ഇപ്പൊ ആറായിക്കോട്ടെ, ആറ് എന്ന് പറയുന്നത് ഒരു NBI അത് ബേസ് ചെയ്യുന്നതാണ്. ഇനി ബേസിക് ആയിട്ടും SPSS പല ആളുകളും പറയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരുന്നു, പക്ഷെ സൗത്ത് ഏഷ്യയിൽ ഇപ്പോഴും SPSS വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ SPSS യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് വീഡിയോസ് കിട്ടും. പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ, റിസർച്ച് സ്കില്ലുകളൊക്കെ ഒന്ന് പഠിച്ച് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജോബിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പലപ്പോഴും നടക്കുന്നത് നെറ്റ്വർക്ക് വഴിയാണ്. നമ്മൾക്ക് കരിയർ പരമായിട്ടുള്ള പ്രൊഫഷണൽ ബന്ധങ്ങൾ വഴിയാണ്. സോ ഈ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ജോയിൻ പ്രൊഫഷണൽ അസോസിയേഷൻസ്, പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷൻസിൽ ജോയിൻ ചെയ്യുക, മോഡൽ UN, പിന്നെ പോളിസി ഫോറംസ്. ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മിനിമം നിങ്ങൾ ഇതിന്റെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലെങ്കിലും ആഡ് ആവും. പറ്റുകയാണെങ്കിൽ ഫിസിക്കൽ ഞാൻ പറയുന്നത് പേർ മിനിമം നിങ്ങൾ ചെയ്യേണ്ടത് ഏതിനെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാവും, ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും, ഇതിന്റെയൊക്കെ ടെലഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മെനക്കെട്ടാൽ നമുക്കത് കിട്ടാവുന്ന ഇതില് അങ്ങനെ ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ട്. എന്റെ പല സ്ഥലത്തും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ ഗ്രൂപ്പുകളും സർക്കിളും ഒക്കെ വഴി തന്നെയാണ്. കാരണം പലപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസും പുറത്തേക്ക് അറിയില്ല, ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ. സോ ബി പാർട്ട് ഓഫ് ദാറ്റ്. അതുപോലെ അറ്റൻഡ് വെബിനാർസ് ആൻഡ് കോൺഫറൻസസ്. റെഗുലർ ആയിട്ട് ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് അതൊക്കെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക, വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുക. പല വെബിനാറുകളും ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആളുകൾ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മളിപ്പോ സ്കൂളിലോ കോളേജിലോ എനിക്ക് ഏതെങ്കിലും സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യാം. കേൾക്കാനെങ്കിലും പോയിരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് പേപ്പർ പ്രസന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത്, നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ യൂസ് ലിങ്ക്ഡിൻ ഫോർ നെറ്റ്വർക്ക്. ഇവിടെ അക്ഷയ് നമുക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടോടാ? ലിങ്ക് അക്കൗണ്ട് ഉണ്ട്. അസ്യൂമിങ് ഉണ്ട്. സോ ഓക്കെ ഉണ്ട്. ഗ്രേറ്റ്. സോ ഞാൻ റീസെന്റ് ആയിട്ട് ഒരു കോളേജില്, കേരളത്തിലെ ഒരു കോളേജില് അവിടുത്തെ അധ്യാപകനെ വിളിച്ച് ഞാൻ അവിടെ പോയി. അപ്പൊ കുട്ടികളോട് ഞാൻ ലിങ്കിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അവർക്ക് അറിയാൻ പറ്റും. സോ ഐ വാസ് ലിറ്ററലി ഷോക്കിംഗ്. കാരണം എനിക്ക് ഇവിടെ എന്റെ യൂണിവേഴ്സിറ്റി 16 വയസ്സുള്ള കുട്ടികൾ ലിങ്കിനൊക്കെ എടുത്ത് അവർ ഹാർവേഡിലെ ടീച്ചേഴ്സിന് മെയിൽ ചെയ്ത് അവരുടെ റിസർച്ചിൽ അവരെ അസോസിയേറ്റ് കുറെ കൂടെ കാര്യങ്ങളും അപ്ഡേറ്റ് അഫ്കോഴ്സ്. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിലെ ലിറ്ററലി ഷോക്ക്. സോ അതുകൊണ്ട് അറിയാതിരിക്കരുത്. ഇല്ലാത്ത ആളുകൾ എന്തായാലും ലിങ്ക്ഡിൻ. പിന്നെ ഫൈൻ മെന്റേഴ്സ് ആൻഡ് അലുമിനി സപ്പോർട്ട് തീർച്ചയായിട്ടും ആയിട്ട് കണക്ട് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ഏതൊരു കാര്യത്തിനും എനിക്ക് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാം, വിളിക്കും. വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. കാരണം ഞാനും അങ്ങനെ പ്രത്യേകിച്ച് മെന്റർഷിപ്പ് ഒന്നും ഇല്ലാതെ പിന്നെ കുറെ ആളുകളുടെ ഹെൽപ്പോട് കൂടി തന്നെ വന്ന ഒരാളാണ്. സോ ഐ വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാട് അവൈലബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ് ഷെയർ ചെയ്യുക. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക. യു വിൽ ഗെറ്റ് എ ബെറ്റർ കരിയർ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയം ഏകദേശം. The future is shaped by those who understand power, governance, and society. You have the knowledge, now take action. ഈ ഒരു വാക്ക് കൂട്ടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു AI കാലഘട്ടമാണ്. എല്ലാവരുടെ കയ്യിലും ഇൻഫർമേഷൻ, ഒരു ക്ലർക്കിക്കൽ ആയിട്ടുള്ള ജോബ് ചെയ്യാൻ എന്താ പറയാ, മനുഷ്യന്റെ ആവശ്യമില്ലാത്തൊരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സമൂഹത്തിന് നമുക്കറിയാം, ഇവിടെ പവർ ഗവേണൻസ്, പവർ സൊസൈറ്റി, ഇതിനൊക്കെ കൃത്യമായി അറിയാവുന്ന, അതിന് അനാലിസിസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യു ആർ an asset to the society and you can control the society, can contribute to the society. So നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുക. You'll have a success and wonderful life. ബെസ്റ്റ് വിഷസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് എന്റെ ഓർഗനൈസേഴ്സുമായിട്ട് സംസാരിച്ചാൽ എന്റെ കോൺടാക്ട് കിട്ടും. എന്റെ കോൺടാക്ട് PDF
ആഡ് ചെയ്തിട്ട്. താങ്ക് യു സോ മച്ച് സർ ഫോർ എ വണ്ടർഫുൾ സെഷൻ. ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ അടുത്തുനിന്ന് സ്റ്റുഡൻസിന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി സ്കോപ്പുകളും കാര്യങ്ങളും ഒക്കെ സാറ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്, വളരെ നല്ല രീതിയിൽ, ഈവൻ ദോ നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ നല്ല രീതിയിൽ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച് ജസീം സാർ ഫോർ ദ വണ്ടർഫുൾ സെഷൻ. വളരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സാർ അതൊക്കെ സൈഡ് ആക്കിയിട്ട് നല്ല രീതിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് സാർ നല്ല രീതിക്കുള്ള ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എല്ലാ സെഷനിലുള്ളത് പോലെ സാറിന് ലീവ് ചെയ്യാം കേട്ടോ. നമ്മളുടെ ഇന്നത്തെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് കുറേ അധികം സാധ്യതകളെ പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക്, നിങ്ങളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, സാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ അധികം കാര്യങ്ങളില്, കുറേ സാധ്യതകൾ, കുറെ ജോലി സാധ്യതകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്നത്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക ഇന്റർനെറ്റിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരെ അറിയുമെങ്കിൽ ആ രീതിക്ക് ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മെന്ററുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിക്കും അത് പിക്ചർ എടുത്തിട്ട് അയക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു വോയിസ് നോട്ട് ആയിട്ട് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുത്താലും മതി. എന്തൊക്കെയാണ് ആ ഒരു ജോലി സാധ്യതയെ പറ്റിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ നാട്ടിൽ അത് എങ്ങനെയാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മെന്ററിനെ കണക്ട് ചെയ്തിട്ട് ചോദിക്കുക. ഇതാണ് നിങ്ങളെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമയം ഒരുപാടായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി നമ്മളെ സെഷനിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ റെക്കോർഡിങ്ങിനുള്ള നമ്മുടെ വാണി മാം, അതുപോലെ തന്നെ മാധവി മാം, രണ്ടുപേരെയും മെൻഷൻ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട് ഫസ്റ്റില്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഗുഡ് നൈറ്റ് എവ്രി വൺ.